ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദീർഘവർഷങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ചില ആത്മീക പാഠങ്ങൾ ഒരാൾ നമ്മളോട് പറയുമ്പോൾ അതെത്രത്തോളം വിലയുള്ളതാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളെ നമുക്കൊരിക്കലും ഖണ്ഡിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തോടുകൂടി നടന്നതിൽ നിന്നും തൻ്റെ ജീവിതയാത്രകളിൽ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ ചില അനുഭവങ്ങളുടെ തുറന്നു പറച്ചിലാണ് 37-ാം സങ്കീർത്തനം. എത്ര വർഷത്തെ അനുഭവങ്ങൾ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ടെന്നറിയോ? ഏറ്റവും കുറഞ്ഞത് 50 വർഷത്തെ അനുഭവങ്ങൾ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. 50 വർഷം ചെറിയൊരു കാലഘട്ടമല്ല. എനിക്ക് പോലും 40 വയസ്സേ ഉള്ളൂ. അപ്പം അതിലധികം വർഷങ്ങളുടെ അനുഭവം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദൈവത്തോടു കൂടെ നടന്നതിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ദൈവത്താൽ നടത്തപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുവാനും ഒക്കെ നമുക്ക് സഹായകരമായി തീരട്ടെ. എന്തുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞത് 50 വർഷത്തെ അനുഭവം ദാവീദ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞത്? 37-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം നമുക്ക് സുപരിചിതമാണ്. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദാവീദിന് 70 വർഷം പ്രായമുള്ള സമയത്താണ്, 70 വയസ്സുള്ളവനായിട്ടാണ് ദാവീദ് മരിക്കുന്നത്. ബാലനായിരുന്നു എന്ന് പറഞ്ഞപ്പം ഞാനൊരു 20 വയസ്സ് തൊട്ടുള്ള ഒരു കാലഘട്ടമാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം 70 വർഷത്തെ 50 വർഷത്തെയെങ്കിലും ചരിത്രം ആ അനുഭവങ്ങളുടെ ഒരു തുറന്നു പറച്ചിലാണ് 37-ാം സങ്കീർത്തനം. ഇതിൻ്റെ അകത്ത് ഈ സങ്കീർത്തനം ധ്യാനിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കുകയും ചെയ്യണമെന്നിരുന്ന് ഈ സങ്കീർത്തന ധ്യാനത്തിങ്കൽ ദൈവാത്മാവ് എനിക്ക് പ്രകാശനം നൽകിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ദൈവം നമ്മളെ ഉയർത്തുവാനും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 7-8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ മിടുക്കൊണ്ടോ ഒന്നുമല്ല ദൈവാനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുന്നത്, ദൈവം നമ്മളെ ഉയർത്തുന്നത്. പക്ഷേ ദൈവം ഒരാളെ ഉയർത്തണമെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം. അതിലേക്ക് നമ്മൾ പോകാം. അതുകൂടാതെ ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ അകത്ത് നമ്മുടെ നിത്യജീവിതത്തിലും നമ്മൾ നേരിടുവാൻ സാധ്യതയുള്ള ചില മേഖലകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്, നീതികേട് പ്രവർത്തിക്കുന്നവരോട് നീ അസൂയപ്പെടരുത്, കോപം ഉപേക്ഷിക്കണം, ക്രോധം ഉപേക്ഷിക്കണം. ഇതൊക്കെ ദോഷത്തിനെ കാരണമായി തീരത്തുള്ളൂ. സത്യമല്ലേ? ജോലി മേഖലകളിലും ജീവിതത്തിൻ്റെ മേഖലകളിലുമൊക്കെ നിരന്തരമായി നമ്മളെ ഉപദ്രവിക്കുകയും നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മുടെ പിന്നാലെ നടക്കുന്നവരും നമുക്ക് പണി തരാൻ നടക്കുന്നവരും നിന്നെ കാണിച്ചു തരാടോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുമായ ഒത്തിരി ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ജോലി മേഖലകളിലും ഓഫീസുകളിലുമൊക്കെ ഇത് സർവ്വസാധാരണമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരോട് പകയും അവരോട് വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെട്ടു പോത്തേ ഉള്ളൂ. ആ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? പിന്നെ നമ്മൾ കോപിച്ച് നഷ്ടപ്പെടുത്തുന്ന കുറച്ച് അനുഗ്രഹങ്ങളുണ്ട്. കോപത്തെക്കുറിച്ച് ഒത്തിരി മെസ്സേജുകൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമുക്ക് ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്നത് ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്, നീതികേട് പ്രവർത്തിക്കുന്നവരോട് നീ അസൂയപ്പെടരുത് എന്നുള്ളതാണ്. ഈ കേൾക്കുന്നവരായ അധികം ആൾക്കാരും ദൈവകൃപ അനുഭവിക്കുന്നവരും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവരുമായതുകൊണ്ട് ദുഷ്പ്രവർത്തിക്കാരെക്കുറിച്ച് ഞാൻ ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആ കാര്യം അങ്ങ് വിട്ട് കളഞ്ഞേക്കാം. നമുക്ക് എങ്ങനെ ദൈവം മുമ്പിൽ ജീവിക്കണമെന്നും അനുഗ്രഹിക്കപ്പെടണമെന്നും ദൈവത്തോടു കൂടെ നടക്കണം എന്നുള്ളതും അറിയുന്നതിലാണല്ലോ അതാണല്ലോ ഏറ്റവും അനിവാര്യമായിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ഈ ദുഷ്പ്രവർത്തിക്കാരെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 50 വർഷത്തിൻ്റെ അനുഭവങ്ങളുടെ തുറന്നു പറച്ചിലാണ് ഈ ഒരു സങ്കീർത്തനം. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമെന്ന് പറയുന്നത് അവർ പുല്ല് പോലെ വാടിപ്പോകുന്നു,
അതുപോലെ തന്നെ പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു, കരിഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ദുഷ്പ്രവൃത്തിക്കാർ ദുഷ്ടനെ ഒളിഞ്ഞിരുന്ന എയ്യാനായിട്ട് നോക്കുന്നു, കാര്യമില്ലാതെ ഒരു കാരണവുമില്ലാതെ അവരെ ഉപദ്രവിക്കാൻ നോക്കുന്നു. 2-3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഒന്ന്, കർത്താവ് അവനെ നോക്കി ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 13-ാമത്തെ വാക്യം, അവൻ്റെ ദിവസം വരുന്നു എന്ന് കാണുന്നു. അതായത് ദുഷ്ടപ്രവർത്തികൾ ചെയ്ത് നീതിയില്ലാതെ ന്യായമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരുത്തനും അധികം നാൾ ആയുസ്സൊന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അധികം നാൾ ഇതൊന്നും നിലനിൽക്കത്തില്ല. അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. അടുത്തത്, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിലെ പോയപ്പോൾ പിന്നെ അവനെ കണ്ടുപോലുമില്ല. കുറേ നാളുണ്ടായിരുന്നു, പിന്നെ നോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു പോലും അറിയത്തില്ല. അതായത് ഇതെല്ലാം താൽക്കാലികമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിഞ്ഞ് കോപിച്ച് ക്രോധത്തിലേക്ക് പോകരുത്. അത് ദോഷകാരണമാകുകയുള്ളൂ. ഞാനത് ഒത്തിരി വലിച്ചു നീട്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ മോശ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം ഇസ്രായേൽ ജനനിമിത്തമാണ് അദ്ദേഹം കോപിച്ചത്. അടുത്തത്, മോശ എന്താ പറയുന്നത്, ദൈവജനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, മോശ അവിവേകം സംസാരിച്ചു പോയി എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടിയിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനനിമിത്തം ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രതികരണവും നിമിത്തം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകണം എന്നുള്ളതാണ്. ഓക്കെ, പോകട്ടെ. ഈ സങ്കീർത്തനത്തിലെ 7-8 കൂട്ടം കാര്യങ്ങളിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ പോകാം. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്നാമത്, ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ഡു ഗുഡ് തിങ്സ് എന്നുള്ളതാണ്. ദൈവം നമ്മളെ ഉയർത്താൻ, ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം. ആർക്കൊക്കെയാണ് നന്മ ചെയ്യേണ്ടത്? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ചെയ്യണം. പബ്ലിസിറ്റി കൊടുക്കുകയല്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു വരികയാണല്ലോ. നമുക്ക് ദൈവം ഇച്ചിരി നന്മയുണ്ടെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ അർഹരായ കുഞ്ഞുങ്ങൾ ആരെങ്കിലും കണ്ടാൽ 1-2 കുഞ്ഞുങ്ങൾക്ക് ബാഗ് മേടിച്ചു കൊടുക്കുക. രോഗക്കിടക്കയിൽ ഉള്ളവരെ നമ്മൾ കണ്ടാൽ നമ്മളവരെ സഹായിക്കുക. വെറുതെ പ്രാർത്ഥന മാത്രമായിട്ട് പോരാ, നമ്മൾ നന്മ ചെയ്യണം. അടുത്തത്, ഈ പ്രവചന പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ മറക്കരുത് എന്നുള്ളതാണ്. ദൈവം നമുക്ക് നന്മയും അനുഗ്രഹങ്ങളും ഉന്നതമായ ജോലിയും പദവിയും ഒക്കെ തരുമ്പോൾ മറ്റുള്ളവരെയൊക്കെ ഒന്ന് കരുതുകയും അവരെയൊക്കെ ഒന്ന് സ്നേഹിക്കുകയും നമ്മുടെ കുടുംബത്തിലോ നമുക്കറിയാവുന്നവരിലോ ഒക്കെ ആരെങ്കിലും ഒക്കെ താണു കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിക്കണം. അതൊരു നന്മയാണ്. എല്ലാ തരത്തിലുമുള്ള നന്മകൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ, അല്ലെങ്കിൽ പല സമയങ്ങളിലും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയും ആത്മീയ ജീവിതവും മാത്രം മതി എന്നുള്ളതാണ്. അല്ല, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിലും രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് പ്രവൃത്തി ആവശ്യമാണ്. നന്മ ചെയ്യുക എന്ന് ഉള്ളതാണ് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക എന്നുള്ളതാണ്. 27-ാമത്തെ വാക്യത്തിൽ, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലവും വസിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഒഴിഞ്ഞ് നന്മ ചെയ്തുകൊണ്ടിരിക്കുക. പറ്റുന്നതുപോലെ. എല്ലാം കിട്ടിയിട്ട് ചെയ്യാമെന്ന് കരുതിയാൽ ഒരിക്കലും നടക്കത്തില്ല. പറ്റുന്നതുപോലെ നമ്മുടെ ഒരു ഭാഗം, നമുക്ക് ദൈവം തരുന്ന നന്മയുടെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കുക, അർഹരായ ആളുകൾക്ക് കൊടുക്കുക, പറ്റുന്നതുപോലെ ജെനുവിനായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തേത്, നന്മ ചെയ്യുക. നന്മ ചെയ്താൽ ദൈവം നമുക്ക് തിരിച്ച് നന്മ ചെയ്യും. രണ്ടാമത്തേത്, ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കുക. 3-ാമത്തെ വാക്യമാണ്. ഈ വിശ്വസ്തത എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എവിടേക്കാണ് നമ്മൾ വിശ്വസ്തരാകേണ്ടുന്നത്? ആത്മീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കുക. 2, കുടുംബജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക. ഒരുപാട് കുടുംബജീവിതങ്ങൾ തകർക്കപ്പെടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിശ്വസ്തതയില്ലായ്മയാണ്. ദൈവം നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ അകത്ത് വിശ്വസ്തതയുണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമുക്ക് വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കന്മാരെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇതെല്ലാം ദൈവം നോക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ഈ വിശ്വസ്തതയൊന്നുമില്ലാതെ എങ്ങനെയും ജീവിച്ചാൽ അതൊക്കെ വെറുതെ
വായുവിലേക്ക് പോകുന്ന പുക പോലെ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഈ കോൺക്രീറ്റിനൊന്നും മുകളിലേക്കൊന്നും ആ പ്രാർത്ഥനകൾ പോകുമെന്ന്. വിശ്വസ്തരായിരിക്കുക, സമൂഹത്തോട് വിശ്വസ്തരായിരിക്കുക, സമസ്ത മേഖലകളിലും ദൈവം മുമ്പാകെ വിശ്വസ്തരായിരിക്കുക. അപ്പം ഒന്നാമത്തേത് ഗുണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് വിശ്വസ്തത വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് 4-ാമത്തെ വാക്യത്തിലാണ്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവിടുന്ന് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് വളരെ വേഗത്തിൽ മറുപടി ഉണ്ടാകണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. കാര്യസാധ്യത്തിനായിട്ട് ദൈവം മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കാതിരിക്കുക. അതായത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥനയാകാതെ ദൈവത്തിൽ സന്തോഷിക്കുക, ദൈവത്തിൽ രസം കണ്ടെത്തുക, കർത്താവിനോട് കുറച്ച് സമയങ്ങളിൽ സംസാരിക്കുക, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു വലിയ സഹവാസത്തിലേക്ക് പോകുക. ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ വിഷയങ്ങളെല്ലാം എടുത്ത് കുറച്ചു നേരം ഒന്ന് മാറ്റിവെച്ചിട്ട് ഹൃദയം തുറന്ന് കർത്താവിനോട് സംസാരിക്കുക. തന്ന നന്മകൾക്കെല്ലാം നന്ദി പറയുക, ദൈവത്തോട് സംസാരിക്കുക. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു ശീലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വചനത്തിൽ രസം കണ്ടെത്തുക, ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് സന്തോഷം കണ്ടെത്തുക, ആരാധനയിൽ സന്തോഷം കണ്ടെത്തുക. പരിശുദ്ധാത്മാവില്ലാത്തിടത്തോളം കാലം അതിന് കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അപ്പം അങ്ങനെയൊന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം യഹോവയിൽ രസിച്ചു കൊള്ളുക, ഡിലൈറ്റ് ഇൻ ദ ലോർഡ് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അടുത്ത് തന്നെ കാര്യം സാധിക്കാനാണ് ഒരാൾ വരുന്നതെങ്കിൽ നമുക്ക് അവരോട് എത്രത്തോളം ഇഷ്ടമുണ്ടാകും? നമ്മളുടെ വിശേഷങ്ങളൊക്കെ നമ്മളോട് ചോദിച്ച് നമ്മളോടുകൂടെ സമയം ചെലവഴിച്ച് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്കും തിരിച്ചും ആ സ്നേഹം ഉണ്ടാകും. എന്നതുപോലെ ദൈവം മുമ്പാകെ നമ്മുടെ ബന്ധം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തേത് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ വഴികളെ യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനത് നിർവഹിക്കും. എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പും ആ കാര്യത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. ഒരു ചെറിയ സാധനം വാങ്ങാൻ പോയാലും എന്ത് കാര്യവും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ, പോകേണ്ടുന്ന കാര്യങ്ങളെല്ലാം ദൈവം മുമ്പാകെ കൊടുക്കുക. നമ്മൾ ദൈവത്തോട് ആ കാര്യത്തെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വഴിയെ നടന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നിന്നെ ഉയർത്തും. ദൈവം നമ്മളെ ഉയർത്തണമെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക. ഈ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ, ഈ വഴി നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ നടക്കുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, അറിയാമല്ലോ. അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമും അബ്രഹാമിൻ്റെ പിൻതലമുറകളും എൻ്റെ വഴിയിൽ നടക്കാൻ ഞാൻ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദൈവ വഴിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ദൈവത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ വഴികളിൽ നടക്കുക. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്നാണ്. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടു കൂടി നേരായ പാതകളിൽ യാത്ര ചെയ്ത് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അടുത്തത് ദൈവം മുമ്പാകെ പ്രത്യാശയോടെ ആയിരിക്കുക. 7-ാമത്തെ വാക്യമാണ്. യഹോവയുടെ മുമ്പിൽ മിണ്ടാതെ ഇരുന്ന് പ്രത്യാശിക്കുക, കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിഞ്ഞു പോകരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ പല സമയങ്ങളിലും ദൈവസന്നിധിയിൽ പിറുപിറുക്കാറുണ്ട്. നമ്മുടെ പിറുപിറുപ്പും നമ്മുടെ അവിശ്വാസവും ഒക്കെ ദൈവിക ഇടപെടലുകളെ തടയുന്നതാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സമയം വരെയും മിണ്ടാതെ ഇരിക്കുക. ഇനി സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോട് തന്നെ ചോദിക്കുക. എല്ലാം നല്ലതിനായി തക്ക സമയത്ത് ദൈവം നമുക്ക് ചെയ്തു തരും. ചില കാര്യങ്ങളെ ദൈവം നമ്മുടെ മുമ്പിൽ വേണ്ട എന്ന് പറയുന്നത് അതിൻ്റെ സമയമാകാത്തത് കൊണ്ടാണ്. അതിൻ്റെ സമയമാകുമ്പോൾ, ദൈവത്തിൻ്റെ ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് നമ്മുടെ കരങ്ങളിൽ തരും. അപ്പോൾ ആ ഒരു പൂർണ്ണതയിലേക്ക്, പരിജ്ഞാന പൂർത്തിയിലേക്ക്
കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് നമ്മൾ യോഗ്യരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി ദൈവം ചിലത് നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കും. അതെ, മിണ്ടാതെ ദൈവസന്നിധിയിൽ പ്രത്യാശയോടുകൂടെ ആയിരിക്കുക. അടുത്തത് സൗമ്യരായിത്തീരുക എന്നുള്ളതാണ്. എന്താണ് ഈ സൗമ്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ ഒരുപാട് മെസ്സേജുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആത്മീക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് കോപമാണ്. കോപം, ക്രോധം. ഒരുപാട് ആത്മീക കുടുംബങ്ങൾ തകർക്കപ്പെട്ടു പോയതിൻ്റെ കാരണം ഈ കോപ സ്വഭാവങ്ങളാണ്. ഇവിടെ കോപത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, 11-ാമത്തെ വാക്യം, സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. 8-ാമത്തെ വാക്യം, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. കണ്ടോ, അത് പറഞ്ഞിട്ടാണ് പറയുന്നത് സൗമ്യതയുള്ളവർ. അപ്പം ഈ കോപം മാറി സൗമ്യതയുള്ളവരായി നമ്മൾ മാറണം. ഈ മോശ പോലും ഭയങ്കര ക്ഷിപ്രകോപിയായിരുന്നു. പക്ഷേ പിന്നീട് മോശ ഒരു സൗമ്യതയുള്ള വ്യക്തിയായി മാറി എന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ കാലത്തിലേക്ക് വരുമ്പോൾ വീണ്ടും താൻ കോപിച്ചിട്ടാണ് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയത്. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ മയങ്ങിക്കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന ചില ജഡ സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ, കർത്താവ് പോലും പറഞ്ഞത് തൻ്റെ ആ സെർമൺ ഓൺ മൗണ്ട്, ആ മലമുകളിലെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. ശാന്തരാകുക, സൗമ്യതയുള്ളവരാകുക. അടുത്തത് കോപത്തിന് താമസമുള്ളവരാകുക. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല. ഈ വാക്യം നമുക്കറിയാവുന്നതാണ്. കേൾക്കാൻ വേഗതയും പറയാൻ താമസവും ഉണ്ടാകുക. പൊട്ടിത്തെറിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. സൗമ്യതയോടെ മുൻപോട്ട് പോവുക. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയാൽ ദൈവം നമ്മളെ കാലക്രമേണ ഉയർത്തും. എടുത്തുചാട്ടം, വേഗതകൾ, ഇതെല്ലാം ആപത്തിന് കാരണമാകത്തേ ഉള്ളൂ. അതുകൊണ്ട് സൗമ്യതയുള്ളവരായി നമ്മൾ മാറുക എന്നുള്ളതാണ്. അടുത്തത് 27 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ ന്യായപ്രിയനാകുന്നു. യഹോവ ന്യായപ്രിയനാകുന്നു. അതായത് നമ്മൾ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിന് ദൈവം കൂട്ടു നിൽക്കുമെന്ന് നമ്മൾ കരുതരുത്. ദാവീദിനോടും ലൂസിഫറിനോടും എല്ലാം ദൈവത്തിന് ഒരൊറ്റ നിയമം തന്നെയാണുള്ളത്. ദാവീദ് തെറ്റ് ചെയ്തിട്ട് പോലും അതിന് ശിക്ഷ കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹോവ ന്യായപ്രിയനാകുന്നു. ന്യായവും നീതിയുമല്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാമ്പത്തിക കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ദൈവം മുമ്പാകെ വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നില്ല. കണ്ടോ, അപ്പം ന്യായപ്രിയനാണ്, വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നാം ദൈവം മുമ്പാകെ വിശുദ്ധന്മാരായി ജീവിക്കുക എന്നുള്ളതാണ്. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കും. അടുത്തത്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിൽ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയധികം ദൈവവചനങ്ങളൊക്കെ കേൾക്കുന്നത് എന്തിനാ? വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാലടികൾ വഴുതാതെ ഇരിക്കുകയുള്ളൂ. 31-ാമത്തെ വാക്യമാണ്, ന്യായപ്രമാണം ഹൃദയത്തിലുണ്ട്, അവൻ്റെ കാലടികൾ വഴുതത്തില്ല. അപ്പം ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടുള്ള ഒരു ജീവിതയാത്രയാണ് നമ്മുടെ യാത്രയെങ്കിൽ കാറ്റടിക്കാം, കോള് വരാം, തിരമാലകൾ വരാം. യേശു പറഞ്ഞതുപോലെ പാറമേൽ അടിസ്ഥാനമിട്ട വീട് കാറ്റിനെയും മഴയെയും ഒക്കെ പ്രതിരോധിച്ച് നിന്നതുപോലെ വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വീഴത്തില്ല. ദൈവവചനത്തെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക എന്നുള്ളതാണ്. അടുത്തത്, യഹോവ നീതിമാനെ ദുഷ്ടൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കില്ല. ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയില്ല. ഭൂമിയെ ഉയർത്തുവാൻ തക്കവണ്ണം അവിടുന്ന് നിന്നെ ഉയർത്തും. ഞാൻ പല വീഡിയോകളുടെ താഴെയുള്ള കമൻറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലരുടെ കമൻറ്റുകൾ കാണുമ്പോൾ ഒത്തിരി ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അവർ പറയുന്നത് ഒരുപാട് കഷ്ടതകളിൽ, ഒരുപാട് പ്രശ്നങ്ങളിൽ ഞങ്ങൾ പോയി, പക്ഷെ ആ പ്രശ്നങ്ങളുടെ ഒടുവിൽ ദൈവം എന്നെ വിടുവിച്ചു, ദൈവം എന്നെ സഹായിച്ചു എന്നൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളെല്ലാം പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷേ
ശത്രുവിൻ്റെ കയ്യിലേക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അതെ, അവൻ്റെ പല്ലിന് ഇരയായി കൊടുക്കത്തില്ല, അവൻ്റെ വായ്ക്ക് ആഹാരമായി വിട്ടുകൊടുക്കുകയില്ല. വിശ്വസ്തതയോടെ നമ്മൾ ദൈവം മുമ്പിൽ നിന്നാൽ വെല്ലുവിളികളും എതിർപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും മല പോലെ വരുന്ന പ്രതികൂലങ്ങൾ എലി പോലെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 50 വർഷത്തെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ദാവീദ് ഈ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത്. ഈ സങ്കീർത്തന ധ്യാനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഭാഗവും ഞാൻ തൊട്ടുപോയിട്ടില്ല, സമയത്തിൻ്റെ പരിമിതികൾ നമുക്കുണ്ടല്ലോ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ദൈവത്തിലെ ആശ്രയിക്കുക, നന്മ ചെയ്യുക, രസിക്കുക, സമസ്ത മേഖലകളിലും വിശ്വസ്തരായിരിക്കുക, സൗമ്യതയോടെ മുമ്പോട്ട് പോവുക, ദൈവവചനത്തെ ഹൃദയത്തിൽ കൈക്കൊള്ളുക, നീതിമാന്മാരായിരിക്കുക, ദൈവത്തിൻ്റെ പാതകളിൽ നടക്കുക. ഒരിക്കലും തകരില്ല, ഒരിക്കലും ഉടയില്ല. ഒരു പിശാചിനും ഒരു ഭൂലോകത്തിലെ ശക്തികൾക്കും അങ്ങനെയുള്ളൊരു ദൈവ പൈതലിനെ തകർക്കാൻ കഴിയില്ല. തക്ക സമയത്ത് ദൈവം അതെ ഉയർത്തി എത്തേണ്ട സ്ഥലത്തെത്തിക്കും. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ.